എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 27, ലോക നാടക ദിനം. നാടകം നമ്മെ കേവലം രസിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അർത്ഥവത്തായ പലതും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദീർഘകാലം ഞാൻ എല്ലാത്തിൽ നിന്ന് വിട്ട് ഒരു ലക്ഷ്യമില്ലാതെ ഒരു പ്ലവാവസ്ഥയിൽ പോയിരുന്നു. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. സിമ്പിൾ ജോയ്സ് ഓഫ് ലൈഫ്, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങൾ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടൊരു കാലം. എന്താണെന്നറിയാതെ എൻ്റെ എക്സിസ്റ്റൻസ് തന്നെ, അതിനെക്കുറിച്ച് തന്നെ ബോധമില്ലാത്ത ഒരു സുദീർഘകാലം, ഒരു പീരീഡ് ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. റിമാർക്കബിൾ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനല്ലാതെ ജീവിച്ച ഒരു വലിയൊരു കാലഘട്ടം. ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊരു ഒരു ഒരു വെളിപാട് പോലെ ഉണ്ടായി. എന്നിട്ട് ഞാൻ എനിക്ക് തോന്നി, ഞാൻ എന്താ ഇത്രയും കാലം ചെയ്തിരുന്നത്? ഞാനല്ലാണ്ടാണല്ലോ ജീവിച്ചിരുന്നത്. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടല്ലോ. എന്തൊരു ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെ ഒക്കെ അങ്ങോട്ട് പരതാൻ തുടങ്ങി. അത്ര നാളും എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ മറന്നിരുന്നു. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഇതൊന്നുമില്ല, ഇതാണ് ഞാൻ, ഇനി എനിക്കതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജീവിക്കാം, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പാടെ മറന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു വെളിപാടിൻ്റെ പുറത്ത് ഈശ്വരാ ഞാൻ പൊട്ടിക്കരഞ്ഞു. അയ്യോ, വാട്ട് ഹാവ് ഐ ബീൻ ഡൂയിങ് ഓൾ ദീസ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പരതിയിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞു വന്നത്, എൻ്റെ ഇഷ്ടത്തിൽ ഏറ്റവും മുന്നിലായിട്ട്, എൻ്റെ ലിസ്റ്റുകളിൽ ഏറ്റവും മുന്നിലായിട്ട് വന്നത്, ഏറ്റവും ആദ്യം വന്നത് നാടകമായിരുന്നു. ഐ മിസ്ഡ് ഓൾ ദോസ് ഡേയ്സ്. എനിക്ക് നാടകം എത്ര ഇഷ്ടമായിരുന്നു എന്നറിയും. പണ്ടൊക്കെ നാടകം എന്ന് പറഞ്ഞാൽ നമ്മളെ വേലയ്ക്കും പൂരത്തിനൊക്കെ നാടകം വരും. ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഈ പുൽപ്പായ, മെറ്റപ്പായൊക്കെ ചുരുട്ടി ഈ പാടത്തും തുറസായ സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കും നാടകം കാണാനായിട്ട്. അത് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഓർമ്മ തന്നെയാണ്. എനിക്ക് പെട്ടെന്ന് അയ്യോ, എൻ്റെ നാടകം, എനിക്ക് എത്ര പാഷനായിരുന്നു നാടകം കാണുക എന്നുള്ളത്. ഞാൻ മേഡ് കോൾ. ആദ്യം തന്നെ ഞാൻ വിളിച്ചു, എനിക്ക് കുറച്ച് നാടകങ്ങൾ കാണാൻ. എൻ്റെ പഴയ ബന്ധങ്ങളെയൊക്കെ ഞാൻ പൊടി തട്ടി എടുത്തിട്ട് എനിക്ക് നാടകം, ഇത്രയും കാലമായി നിശബ്ദമായിരുന്നു, എനിക്ക് ആദ്യം ഒരു നാടകം കാണാനുള്ള ടിക്കറ്റാണല്ലോ ചോദിക്കുന്നത്. വർ ഹാവ് യു ബീൻ ഓൾ ദീസ് ഇയേഴ്സ് എന്ന് ഒരു 10, 15, 20 കൊല്ലത്തിന് ശേഷം ഞാൻ വിളിക്കുക, എനിക്കൊരു നാടകത്തിന് ടിക്കറ്റ് വേണമെന്നൊരു സുഹൃത്തിനോട് ചോദിക്കും. എൻ്റെ കയ്യിൽ അപ്പോൾ കാശും ഉണ്ടായിരുന്നില്ല നാടകം കാണാനായിട്ട്. പക്ഷേ എനിക്കത് കണ്ടേ തീരൂ, എനിക്ക് എന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ത്വര വന്നതോടുകൂടി എനിക്ക് ആ നാടകം കണ്ടേ തീരൂ. അങ്ങനെ ഞാൻ സംഗീത നാടക അക്കാദമിയിൽ പോയി നാടകങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ കൊടുങ്ങല്ലൂർ ഖസാക്കിൻ്റെ ഇതിഹാസം നാടകം നാടകമായിട്ട് ആ നോവൽ, അതിൻ്റെ നാടകാവിഷ്കരണം ഉണ്ടായിരുന്നു, അത് കാണാൻ പോയി. പക്ഷെ അത് രാത്രിയായിരുന്നു. പക്ഷേ എനിക്ക് രാത്രിയായാലും എനിക്ക് നാടകം കാണാതിരിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ബിക്കോസ് നാളെ ഞാൻ ജീവിക്കുമോ എന്ന് തന്നെ അറിയില്ല, ഞാൻ ഉണ്ടാവുമോ എന്നറിയില്ല, എൻ്റെ സ്വപ്നങ്ങളൊക്കെ അവിടെ ബാക്കി കിടക്കല്ലേ, എനിക്കത് കണ്ടേ പറ്റൂ. അന്ന് രാത്രി നാടകം, ഞാൻ രാത്രി വണ്ടി, 2 വീലറാണെന്നുണ്ടായിരുന്നു, എനിക്ക് 2 വീലർ എടുത്ത് ഞാൻ കൊടുങ്ങല്ലൂർ വരെ യാത്ര ചെയ്തു എന്നുള്ളതാണ്. അന്ന് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റി. ആ ജേർണി വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഡെസ്റ്റിനേഷൻ. രാത്രിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ അത്ര കണ്ട് രാത്രിക്ക് മനോഹാരിത ഉണ്ടായിരുന്നില്ല. പക്ഷേ നാടകം കണ്ടു കഴിഞ്ഞ്
നാടകത്തിൻ്റെ ദൃശ്യാവിഷ്കരണം മനോഹരമായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം കണ്ടൊരു നാടകം എന്നെ ശരിക്കും രസിപ്പിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. ഇങ്ങനെയൊക്കെ നാടകം പിടിക്കാൻ കഴിയുമോ എന്നുള്ളത് ആ നാടകം കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ 1:30-2 മണി ആ സമയത്തുള്ള രാത്രിയുടെ മനോഹാരിത ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് വളരെയധികം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രാത്രിയുടെ മനോഹാരിത അനുഭവിക്കാൻ പറ്റിയതാണ്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയതാണ് ആ നാടകം കാണാൻ നാടകം കണ്ടതിനേക്കാളുമുള്ളൊരു ഒരു സംതൃപ്തി, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം എനിക്ക് തന്നത്. എത്ര മനോഹരമാണ് രാത്രികൾ. കേരളത്തിലെ സ്ത്രീകൾക്ക് രാത്രികൾ വളരെ മിസ് ചെയ്യുന്നു. ഇത്രയും മനോഹരമായ ഒരു സമയം എന്താ സ്ത്രീകൾക്ക് ഇങ്ങനെ ഡിനൈ ചെയ്തത്, നിഷേധിക്കപ്പെട്ടത് എന്നുള്ളത് എനിക്ക് വല്ലാതെ വേദനയുണ്ടായി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ വാസ് വെരി ഹാപ്പി. അത് എൻജോയ് ടു ദ കോർ. അതിനൊരു ബ്ലിസ്സായിരുന്നു എനിക്ക് ആ രാത്രിയിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ടും നോക്കി നിന്നും ഞാൻ വണ്ടി ഓടിച്ചു വന്നപ്പോൾ. വണ്ടി ഓടിച്ചു വന്നതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്കത് പഠിക്കാനായി. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവ് വിദേശത്താണ്, വർഷങ്ങളോളം ജോലിയില്ലാതെ കിടക്കുന്ന, അവിടെ വിദേശത്ത് താമസിക്കുന്ന സ്ത്രീയാണ്. അവരെ എല്ലാവരും ഓസ്ട്രാസൈസ് ചെയ്യാറുണ്ട്. അവരെ സ്വഭാവം ശരിയല്ല. അവിടെ വീട്ടിലൊരാൾ വരുന്നുണ്ട്. പക്ഷെ രാത്രിയിൽ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു മധ്യവയസ്കനായൊരു മനുഷ്യൻ ആ വീടിൻ്റെ മുന്നിൽ ഈ കസാരയിട്ട് ഇരിക്കുകയും അതിന് ചുറ്റും ഒരു അമ്മയും മക്കളും കൂടി ഇങ്ങനെ ഇരിക്കണം. ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ ഉള്ള ഒരു കിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിലേറെ മനോഹരമായ കാഴ്ചയായിരുന്നു. അത് എനിക്ക് മനസ്സിലായി. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു കൂട്ടരെ. രാത്രി അയാൾ ഇറച്ചിവെട്ടുകാരനാണ്. മറ്റു പണികളൊക്കെ കഴിഞ്ഞ് വളരെ രാത്രി വരും. 2 കുഞ്ഞുങ്ങളും ഉറക്കമൊഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് അയാളുടെ ഭക്ഷണ സാധനങ്ങളായിട്ട് അവിടെ കൊണ്ടുവന്നു. ഈ കുട്ടികൾ ഉറക്കമൊഴിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇയാളെ. അപ്പോൾ എന്തായാലും അതിനൊരു വൾഗറായിട്ടുള്ളൊരു അർത്ഥമൊന്നും അതിനില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായി അന്ന് മനസ്സിലായി. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ നാടകം കാണാനുള്ള യാത്രകളിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നീട് ഞാൻ എറണാകുളത്തുള്ള ഹിസ്റ്ററി ആർട്ട് മ്യൂസിയത്തിലൊക്കെ ഞാൻ നാടകം കാണാൻ വരാറുണ്ട്. അലി ബിയോണ്ട് റിംഗ് എന്നുള്ളൊരു നാടകം കാണാൻ വന്നു. പിന്നെ സംവിധായകരൊക്കെ എന്നെ ഇവിടെ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്ത് മനോഹരമായൊരു ആർട്ട് ഫോമാണ് നാടകം എന്ന് പറയും. ഒരു പക്ഷേ അല്ല, സിനിമയെക്കാളേറെ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് നാടകം. ആ നാടകം എന്ന് പറയുന്നത് നമുക്കൊരു നാടിൻ്റെ അകം കൂടിയാണല്ലോ. നമുക്കൊരു കൃത്യമായ പൊളിറ്റിക്സും ഒക്കെ അതിലൂടെ കൺവേ ചെയ്യപ്പെടുന്നു. മനുഷ്യ മനസ്സുകളെ അങ്ങോട്ട് വളരെയധികം മാറ്റിമറിക്കാനും നവീകരിക്കാനും പ്രാപ്തിയുള്ളൊരു കലാരൂപം കൂടിയാണ്. എല്ലാവർക്കും ലോക നാടക ദിനാശംസകൾ. നന്ദി, നമസ്കാരം.